നമ്മളപ്പോൾ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? അഡ്മിഷൻ അല്ലേ? അതെ അതെ, ഇന്നാണ് കേട്ടോ മെയ് 3 ഡോക്ടർ എന്നോട് ഡെലിവറിക്കായിട്ട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞ ദിവസം. അഡ്മിറ്റ് ആവേണ്ടതിൻ്റെ തലേ ദിവസവും അന്നത്തെ ദിവസം മണിക്കൂറുകൾക്ക് മുമ്പേ വരെ ഫാമിലിയുടെ കൂടെ കറങ്ങി നടന്ന് ഭയങ്കര സന്തോഷമായിട്ട് റിലാക്സ്ഡ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഡെലിവറിക്ക് പോകുന്നത്. രാത്രി വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഞാനും അഫിയും മാത്രമാണ് കേട്ടോ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. ബാക്കി എല്ലാവരും രാവിലെ അങ്ങടേക്ക് വരുവുള്ളേ. വീട്ടിലെല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ ഇവ ഞങ്ങളുടെ കൂടെ വരാത്തതിൽ വലിയ വാശിയൊന്നും കാണിച്ചില്ല. പക്ഷെ എന്നാലും യാത്ര പറഞ്ഞിങ്ങനെ ഇറങ്ങുമ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര സങ്കടമായിരുന്നേ. ഹോസ്പിറ്റലിലെത്തി ഓൾമോസ്റ്റ് ഒരു 1 hour ഒക്കെ അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാട്ടോ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഒരു പ്രൈവറ്റ് ലേബർ റൂം ആട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവിടെ ഞാനും അഫിയും ഒരു നഴ്സും മാത്രമേ ഉണ്ടായുള്ളേ. അങ്ങനെ ചെന്ന പാടെ തന്നെ അവർ പ്രൊസീജിയേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 1-2 PV ഒക്കെ ചെയ്തു. എൻ്റെ ഉപ്പാട് വന്നിട്ടുണ്ടായേ. പിന്നെ സെർവിക്സ് ഡയലേറ്റ് ആവാൻ വേണ്ടിയിട്ട് ആദ്യം ട്യൂബ് ഇൻസേർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായത്. പക്ഷേ എനിക്ക് പേടി ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു മെഡിസിൻ വെച്ചിട്ട് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞേ. പക്ഷേ കാര്യമായിട്ടുള്ള പ്രോഗ്രസ് ഒന്നും കാണുന്നുണ്ടായില്ല. പിന്നെ രാവിലെ വേറെ ഡ്രസ്സൊക്കെ തന്ന് അതൊക്കെ മാറി റെഡി ആയിട്ട് ഡ്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, പെയിൻ വരാനായിട്ടുള്ള. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചെറിയ പെയിൻ വന്നു, കുറച്ചുകൂടി വലിയ പെയിൻ വന്നു, സഹിക്കാൻ വയ്യാത്ത പെയിൻ വന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ടേൺഡ് ഇൻ ആൻ എമർജൻസി C-section. ഫസ്റ്റ് ഡെലിവറി നോർമലായിട്ട് സെക്കൻഡ് ഇങ്ങനെ ആവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്താ സംഭവിച്ചതെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയാവേ.